ഹലോ ഗൈസ് ഞാൻ ഈ കോട്ടയത്തിന്റെ സ്റ്റേഡിയത്തിന്റെ ടോപ്പിൽ ഒരു നടയുണ്ട്, അങ്ങോട്ട് കയറി പോകുന്ന വഴിയാണ്. അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനെ കൊണ്ട് എഴുതിപ്പിച്ച വീഡിയോയാണ്. എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ ആരും കാണുകയല്ല, പക്ഷെ ഒരു ദിവസം കാണുന്ന ദിവസം വരും ഗൈസ്. അന്നേരം വരെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഷർട്ട് ഇട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇടണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ പാർക്കിലൊന്ന് കയറണം. പാർക്കിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അതുകൊണ്ടോ ഞാൻ അവിടെ സ്റ്റെപ്പിൽ കയറി അവിടെ ചെന്നിട്ട് ബോറടിച്ചിട്ട് പിന്നെയും തിരിച്ചു വന്ന്. ഇനി നമുക്ക് പാർക്കിൽ ചെന്നിട്ട് കാണാം. ഗൈസ് ഞാനതേ പാർക്കിൽ വന്ന്. ഇവിടെ വന്നപ്പോൾ ഫുള്ള് പിള്ളേരും പിന്നെയും കപ്പിൾസ്. ഇന്നാൾ ഞാൻ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ പോയപ്പോൾ അവിടെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു കപ്പിൾസിൻ്റെ അയ്യേരി കളി. ഇവിടെ അതുപോലൊക്കെ തന്നെയാണ്, ഇവിടെയും കപ്പിൾസ്. ആഹാ, നടക്കാനായിട്ട് നല്ല സുഖമുണ്ട്. സൈലന്റ് പ്ലേസ് ഗൈസ്. ഇതിലെ നടക്കാൻ നല്ല കാറ്റ്, നടക്കാൻ നല്ല സുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് മുടി സ്ട്രൈറ്റ് ചെയ്തതാണ്, മുഴുവൻ അലമ്പായി. എത്ര നേരത്തെ പണിയാണെന്നറിയോ എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്ത്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ സ്ട്രൈറ്റ് ചെയ്യുന്ന ഒരു ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കും, അത് മതി. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അവിടെ എല്ലാ ആൾക്കാരാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത പൂളിലേക്ക് പോവാം. ഞാൻ ആദ്യം ചെന്ന് നോക്കിയപ്പം അതിനകത്ത് മീനുണ്ടോന്നാണ്. എന്നെ കണ്ടപ്പോൾ മീൻ ഒളിച്ചിരിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, നിങ്ങൾ ഈ പൂള് കണ്ടിട്ട് ഏതെങ്കിലും ഒരു സിനിമയുടെ സീൻ ഓർമ്മ വരുന്നുണ്ടോ? ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഷേപ്പ് ഉണ്ട്, ഇതുണ്ട് വി ആകൃതിയിൽ. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ഉണ്ട് ഇതിന്റെ അങ്ങേ മൂല കണ്ട് ജാക്കും റോസ് നിൽക്കുന്ന അങ്ങേ അറ്റം. ഞാൻ കുറെ നേരം മീനുണ്ടോ എന്നൊക്കെ നോക്കി, പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്നെ കണ്ടുകൊണ്ട് മീൻ ഒളിച്ചിരിക്കുകയെന്ന് തോന്നുന്നു ഗൈസ്. വരുന്നില്ല ഒന്നും. ഗൈസ്, ഞാൻ ഈ പാർക്കിന് ചുറ്റും 2-3 തവണ നടന്നപ്പോൾ തന്നെ ക്ഷീണിച്ച് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിൽ കയറി ആടാന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നപ്പോൾ നല്ല കാറ്റ് ഉണ്ട്. എൻ്റെ മുടിയൊക്കെ പാറിപ്പറക്കുന്നു. സൂര്യപ്രകാശമൊക്കെ എൻ്റെ മുഖത്തിരിക്കുന്നു, അതാണ് മുഖമൊന്നും ക്ലിയർ ആയിട്ട് കാണാത്ത. എൻ്റെ ഓപ്പോസിറ്റ് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. കുറച്ചു നേരം ഊഞ്ഞാലാടി, അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. ഗൈസ്, ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു പ്ലേസ് ആണ്. ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ട് ഓരോ ഷേപ്പിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ, ചെറിയ പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാധനവും ഉണ്ട്. ഗൈസ്, ഞാൻ ഈ നടന്നു പോകുന്ന പിള്ളേർക്ക് കളിക്കാൻ എന്തോ വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന്റെ മണ്ടയിൽ കൂടെയാണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇതിന്റെ മുകളിൽ ചെന്നിട്ട് കാണിക്കാം. ഗൈസ്, ഞാൻ അവസാനം ദേ മുകളിലെത്തി. കണ്ടോ താഴെ ഇരിക്കുന്ന ഒരു ചേട്ടനെ കണ്ടോ? ആ മുണ്ടെടുത്തേ ആ പുള്ളി ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് ഇവൻ എന്താ കാണിക്കുന്നതെന്ന്. താഴെ ഇരുന്ന് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. പിള്ളേർക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, താഴെ എഴുതി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് പേരൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഇദ്ദേഹമാണ് ബെഞ്ചമിൻ ബെയ്ലി. ആ വ്യക്തി ഇയാളാണ്. നോക്കൂ, മലയാള അച്ചടിയുടെ പിതാവ്. വിശുദ്ധ ബൈബിൾ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ്. അനാവരണം ചെയ്തത് ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ, റിട്ട് സുപ്രീം കോടതി ജഡ്ജി, 1996 സെപ്റ്റംബർ 30. അയ്യോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ. കയറി ഇറങ്ങുകയും ചെയ്യുന്നത് ഇതിൻ്റെ വലതുവശത്താണ്. ടിക്കറ്റ് എടുക്കുന്നത് 24 രൂപയാണ് ഒരാൾക്ക്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം. ശാന്തമായ സ്ഥലം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഞാൻ മടുത്തത് കൊണ്ട് എൻ്റെ മുഖം എല്ലാം കരിവാളിച്ചു. ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.